സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി മാറിയ പ്രണയകഥയിലെ നായികയും കേരളത്തിൽ വിവാഹിതയുമായ വയൽ കുംഭമേള പെൺകുട്ടിയുടെ ഭർത്താവ് ഫർമാൻ ഖാനെതിരെ പോക്സോ കേസ്. പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ മുത്തുമാലകൾ വിൽക്കുന്നതിനിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ പെൺകുട്ടി സിനിമയിൽ അഭിനയിക്കുമ്പോഴായിരുന്നു പ്രണയവും വിവാഹവും. ഇവർക്ക് പ്രായപൂർത്തിയായില്ലെന്ന് കണ്ടെത്തിയതോടെയാണ് ഭർത്താവ് ഫർമാൻ ഖാനെതിരെ ഗുരുതരമായ നിയമ നടപടികൾ ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി TG സജിത്ത് ചേരുന്നുണ്ട്. സജിത്ത്, ഈ വിവാഹം ലവ് ജിഹാദ് ആരോപണം ഉയർന്നു വന്നതാണ്. മാത്രമല്ല ഇപ്പോൾ പോക്സോ കേസാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ അതിനപ്പുറം അങ്ങനെയെങ്കിൽ ഇവിടെ ചില വ്യാജരേഖകൾ ഉൾപ്പെടെ നിർമ്മിച്ചിട്ടില്ലേ? കാരണം ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായി എന്ന് പറയപ്പെടുന്ന രീതിയിൽ ചില രേഖകളടക്കം ഇവർ പുറത്തുവിട്ടിരുന്നു. അങ്ങനെയെങ്കിൽ കേസിൻ്റെ സ്വഭാവം മറ്റൊരു തലത്തിലേക്ക് മാറില്ല. അതോടൊപ്പം ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് കൊട്ടിഘോഷിച്ചുകൊണ്ട് ഈ കല്യാണി വിവാഹം നടത്തിക്കൊടുത്തവർക്കുൾപ്പെടെ അവർക്കെതിരെയൊക്കെ നടപടി ആവശ്യമല്ലേ സജിത്ത്? ടോം, ഈ വിഷയത്തിൽ ഒരു വലിയ ട്വിസ്റ്റാണ് സംഭവിക്കുന്നത്. ഈ കുംഭമേളയിലെ വൈറൽ താരം മൈനറാണ് എന്ന കണ്ടെത്തലാണ് നടത്തിയിരിക്കുന്നത്. ഇത് ദേശീയ പട്ടികജാതി കമ്മീഷൻ നടത്തിയ ഒരു കണ്ടെത്തലാണ്. അവർക്ക് ലഭിച്ച ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു കണ്ടെത്തലാണ് ഈ തരത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കപ്പെടുന്നത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ തുടർ നടപടികളുമായി പോകുന്നത്. അതായത് കഴിഞ്ഞ മാർച്ച് 17-നാണ് കമ്മീഷന് മുന്നിൽ ഈ ഒരു പരാതി ഉണ്ടാവുന്നത്. തുടർന്ന് കമ്മീഷൻ വിശദമായ പരിശോധന നടത്തി. അതായത് കേരളം മുതൽ മധ്യപ്രദേശ് വരെ വിശദമായ പരിശോധനയാണ് നടന്നത്. ഇതിൽ ഈ മഹേശ്വർ ആശുപത്രി രേഖകൾ പ്രകാരം ഈ കുട്ടിയുടെ ജനനം 2009 ഡിസംബർ 30 വൈകുന്നേരം 5:50 ഈ സമയമാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഈ വിവാഹ സമയം, അതായത് കേരളത്തിൽ നടന്ന ഈ വിവാഹ സമയത്തെ അവരുടെ പ്രായം 16 വയസ്സ് മാത്രമേ ഉള്ളൂ. 16 വയസ്സും 2 മാസവും 12 ദിവസവും. ഇതാണ് കണ്ടെത്തൽ. അതായത് മൈനറാണ് എന്ന കണ്ടെത്തൽ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഇവർ 2008 ജനുവരി 1 രേഖപ്പെടുത്തിയ ഒരു രേഖ ഹാജരാക്കിയിരുന്നു. ഈ ജനന സർട്ടിഫിക്കറ്റ് വ്യാജമെന്ന കണ്ടെത്തൽ കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തുടർ നടപടികളിലേക്ക് വരുന്നത്. മധ്യപ്രദേശിലെ ഈ പെൺകുട്ടിയും ഉത്തർപ്രദേശിലെ ഫർമാനും തമ്മിൽ എങ്ങനെ വിവാഹം കഴിച്ചു എന്ന ചോദ്യം കൂടിയാണ് അവർ ഉന്നയിക്കപ്പെടുന്നത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ നടപടി ഉണ്ടാവുന്നത്. മധ്യപ്രദേശിലെ മഹേശ്വർ പോലീസ് സ്റ്റേഷനിലാണ് പോക്സോ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ തുടർ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെയും മധ്യപ്രദേശിൻ്റെയും DGPമാരെ ഏപ്രിൽ 22-ന് നേരിട്ട് വിളിച്ചു ചേർത്തുകൊണ്ടുള്ള തുടർ നടപടികളിലേക്കും ഈ മാസം 22-ന് വിളിച്ചു ചേർത്തുകൊണ്ടുള്ള തുടർ നടപടികളിലേക്കും കടക്കുകയാണ്. ഇതിൽ ദേശവിരുദ്ധ സംഘടനകളുടെ പങ്കടക്കം, ഒപ്പം തന്നെ ലവ് ജിഹാദ് അടക്കമുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തിയത്. എന്തായാലും ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തലുള്ളത് ഈ പെൺകുട്ടിയുടെ ജനനരേഖ വ്യാജമായി തയ്യാറാക്കിയതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിവാഹം നടന്നിരിക്കുന്നത് എന്നതാണ്. സ്വാഭാവികമായും കേരളത്തിൽ നടന്ന വിവാഹം നമുക്കറിയാം. കേരളത്തിലെ പ്രധാനപ്പെട്ട CPM-ൻ്റെയൊക്കെ നേതാക്കൾ പങ്കെടുത്തുകൊണ്ട് നടത്തിയ ഒരു വിവാഹമാണ്. അത് സ്വാഭാവികമായും ഒരു പുതിയ വിവാഹത്തിലേക്ക് പോവുകയാണ്. മൈനറായ പെൺകുട്ടിയാണ് എന്ന കണ്ടെത്തലാണ് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പോക്സോ നിയമപ്രകാരമുള്ള നടപടിക്രമങ്ങളിലേക്കാണ് പോകുന്നത്. മധ്യപ്രദേശിലെ മഹേശ്വർ പോലീസാണ് ഇതിൻ്റെ നടപടികളിലേക്ക് പോകുന്നത്. സംസ്ഥാന DGPയെ വിളിച്ചിട്ടുണ്ട് ക്കെതിരെ പട്ടികജാതി കമ്മീഷൻ 22-ന്. നിലവിൽ ഫർമാൻ ഖാനെതിരെ മാത്രമാണ് കേസെടുത്തിട്ടുള്ളത്. വിവാഹം നടത്തിക്കൊടുക്കാൻ കൂട്ടുനിന്നവർക്ക് എതിരെ ഉൾപ്പെടെ നിയമ നടപടികൾ ഉണ്ടാകുമോ? സ്വാഭാവികമായും കമ്മീഷൻ്റെ നടപടികളിലേക്ക് ഒരുപക്ഷെ അങ്ങനെ പോയേക്കാം. ഇതൊരു BJP പ്രവർത്തകൻ്റെ പരാതിയിലാണ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായത്. 2 കാര്യങ്ങളാണ്. ഇത് വ്യാജരേഖയാണ് എന്ന കണ്ടെത്തലാണ് കമ്മീഷൻ നടത്തിയിരിക്കുന്നത്. അത് ഒരുപക്ഷെ ഇനി അതിൻ്റെ തുടർ നിയമപ്രശ്നങ്ങളിലേക്കും ഒരുപക്ഷെ കടന്നേക്കാം. കമ്മീഷൻ്റെ കണ്ടെത്തൽ തെറ്റാണ് എന്ന വാദം മറുഭാഗത്തു നിന്നും ഉന്നയിച്ചേക്കാം. എന്തായാലും അത് നിയമക്കുരുക്കിലേക്ക് പോകുമെന്നത് ഉറപ്പാണ്. സ്വാഭാവികമായും ഇത് നടത്തിക്കൊടുത്ത സംഘാടകർക്കടക്കം ഒരുപക്ഷെ നിയമപ്രശ്നങ്ങളിലേക്ക് കടക്കാനുള്ള സാഹചര്യം ഉണ്ടായേക്കാം. എന്തായാലും പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഈ സംഭവത്തിൽ ഇപ്പോൾ മഹേശ്വർ പോലീസിന്റെ നടപടികളാണ്. പോക്സോ നിയമപ്രകാരമാണ് ഈ ഭർത്താവിനെതിരെ കേസെടുത്തിരിക്കുന്നത്. വ്യക്തമാണ്. എന്തായാലും ഈ പെൺകുട്ടിയുടെ ഗോത്ര പശ്ചാത്തലം ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ട് ഫർമാൻ ഖാനെതിരെ പോക്സോ നിയമത്തിന് പുറമെ ഭാരതീയ ന്യായ സംഹിത, SC/ST പീഡന വിരുദ്ധ നിയമം എന്നിവ ഉൾപ്പെടെയുള്ള വകുപ്പുകളും ചുമത്തിയേക്കുമെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം ഇത് വ്യാജരേഖ ചമച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ പ്രായപൂർത്തിയായി എന്ന രീതിയിൽ ചിത്രീകരിച്ചിട്ടുള്ള ചില രേഖകൾ ഇവർ പുറത്തുവിട്ടിരുന്നു. അതാരാണ് ആ വ്യാജരേഖ ചമച്ചതിന് പിന്നിൽ? മറ്റേതെങ്കിലും ബാഹ്യശക്തികൾക്ക് ഇതിൽ പങ്കുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുകയാണ്.